നമസ്കാരം, അഖിലാണ്. ഞങ്ങളുടെ ഡ്രീം ജേണിയുടെ പ്രിപ്പറേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ലഡാക്ക് റോഡ് ട്രിപ്പ് ഡ്രിവൺ ബൈ അവർ ഡ്രീം. ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ നെക്സോൺ എടുത്ത കാലം തൊട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ആദ്യത്തെ നെക്സോൺ റിവ്യൂ വീഡിയോസിൽ നിങ്ങൾക്കത് കാണാം. ബട്ട് ആ പ്ലാൻസ് ഒക്കെ പിന്നെ കൊറോണയും ടെററിസ്റ്റ് അറ്റാക്കും സിദ്ധാർത്ഥും അങ്ങനെ മറ്റു പല പല ദേശീയ പ്രാദേശിക ഗാർഹിക കാരണങ്ങളാൽ ഓരോ വർഷവും മാറ്റി വെച്ച് അവസാനം 2026 അങ്ങനെ ഈ വർഷം എന്തായാലും ലഡാക്ക് ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. കഴിഞ്ഞ 5 മാസമായി ഞാൻ സ്റ്റഡി ചെയ്ത് പ്ലാൻ ചെയ്ത എന്റെ ലഡാക്ക് ട്രിപ്പ് പ്ലാനാണിത്. പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. പ്ലാൻ എയിലെ റൂട്ടിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയാൽ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ബി, അതിലും മാറ്റം വന്നാൽ പ്ലാൻ സി ഉണ്ടാവാം, പ്ലാൻ ഡിയും ഉണ്ടാവാം. ലൈഫിൽ എപ്പോഴും ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ട്രാവലിലും. പ്ലാൻ എ ഇസ് ബിഗ്. ടോട്ടൽ 25 ഡേയ്സ്, 6000 കിലോമീറ്റർ. സ്റ്റാർട്ടിംഗ് ഡേ മുതൽ ഓരോ ഡേയ്സും എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യണം, എവിടെ സ്റ്റേ ചെയ്യണം, എൻ റൂട്ടിലും ഡെസ്റ്റിനേഷൻസിലും എന്തൊക്കെ മെയിൻ അട്രാക്ഷൻസ് ഉണ്ട്, മെയിൻ ഫുഡ് സ്പോട്സ്, പെട്രോൾ പമ്പ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പ്ലാനിലുണ്ട്. പ്ലാൻ ബിയിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, ബട്ട് വി വിൽ സ്റ്റിക്ക് വിത്ത് ദ പ്ലാൻ എ. അപ്പോൾ ഈ പ്ലാനിന്റെ PDF വേണ്ടവർ പ്ലാൻ എന്ന് കമന്റ് ചെയ്താൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻ റെഡി ആയ സ്ഥിതിക്ക് നമുക്ക് റൂട്ട് മാപ്പ് നോക്കാം. ഞങ്ങൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് നാഗ്പൂരിൽ നിന്നാണ്. ഫസ്റ്റ് ഡേ ഫ്രം നാഗ്പൂർ വി വിൽ റീച്ച് ഝാൻസി. ദെൻ നെക്സ്റ്റ് ഡേ ഡൽഹി. ദെൻ ഡൽഹി ടു ചണ്ഡീഗഡ്, ചണ്ഡീഗഡ് ടു അമൃത്സർ, അമൃത്സർ ടു ജമ്മു. ദെൻ ശ്രീനഗർ, കാർഗിൽ, ലേ. ലേയിലെത്തി 2 ദിവസം താമസിച്ച ശേഷം അവിടെ നിന്ന് കർദുംഗ്ല പാസ് വഴി ഹുണ്ടർ, ടുർട്ടുക്. അവിടെ നിന്ന് പാങ്ങോങ് ലേക്ക്, ദെൻ ഹാൻലെ. ഹാൻലെയിൽ നിന്ന് മണാലി വഴി ചണ്ഡീഗഡ്. ദെൻ ഡൽഹി, ഝാൻസി, നാഗ്പൂർ. ഇതാണ് പ്ലാൻ എയുടെ ഫുൾ സർക്യൂട്ട് മാപ്പ്. അങ്ങനെ പ്ലാനും റൂട്ട് മാപ്പും ഒക്കെ റെഡിയായ സ്ഥിതിക്ക് നെക്സോൺ ഫുൾ സർവീസിംഗ് ചെയ്യിച്ചു. ലഡാക്ക് ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് സർവീസിംഗിൽ അവർ സ്പെഷ്യൽ കെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ അഡ്വൈസസും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളാനും പറഞ്ഞു. ടാറ്റയുടെ സർവീസിംഗിൽ എനിക്ക് എവിടെയും ഇതുവരെ മോശം അനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ സർവീസിംഗ് കഴിഞ്ഞ് കുട്ടപ്പനായി നമ്മുടെ നെക്സോൺ. 4 ടയർ അന്ന് മാറ്റിയെങ്കിലും സ്റ്റെപ്പിന് കൂടി പുതിയതിട്ടേക്കാമെന്ന് കരുതി അങ്ങനെ 5 ടയറും യോക്കോഹോമയുടെ എർത്ത് 1 ടയർ ഇട്ടു. അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വീട്ടിലെത്തിയപ്പോൾ ബെഡിൽ മുഴുവൻ ഡ്രസ്സുകൾ അങ്ങനെ വാരി വെതറി കിടക്കുകയാണ്. ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം. എന്റെ അച്ഛനും അമ്മയുണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, देखो इधर मेरा ड्रेस क्या कर दिया, पैक कर रहा. हम ले लद्दाख में चल रहे हैं. തണുപ്പിനിടുന്ന തെർമൽ വെയർസും ജാക്കറ്റ്സും ഗ്ലൗസും സോക്സും ക്യാപ്സും ഒക്കെ ഓൾറെഡി ഞങ്ങളുടെ കയ്യിലുള്ളത് തന്നെ ഉപയോഗിക്കാനാണ് പ്ലാൻ. സിദ്ധാർത്ഥന് മാത്രം പുതിയത് വാങ്ങാം. കഴിയുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി പോകാനാണ് പ്ലാൻ. അങ്ങനെ ബാഗുകൾ പാക്കായി. ഈ ഒരു ബാഗിലും ട്രോളിയിലുമായി നോർമൽ ഡ്രസ്സുകൾ ഡേ വൈസ് പാക്ക് ചെയ്തു. ഈ ബാഗിൽ വിന്റർ ഡ്രസ്സുകളാണ്. ഇത് എമർജൻസി വിന്റർ ഡ്രസ്സുകൾ. ഇത് എക്സ്ട്രാ സമ്മർ ഡ്രസ്. ഈ ബാഗിൽ കുക്കിംഗ് സാധനങ്ങളാണ്. ഇത് മെഡിസിൻ. ഇതിൽ എമർജൻസി ആൻഡ് ഫസ്റ്റ് എയ്ഡ് മെഡിസിൻ. ഇതൊക്കെ ചെറിയൊരു കുക്കിംഗ് സെറ്റപ്പിന് വേണ്ടിയുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ദർശന കഴിഞ്ഞ 3-4 ദിവസമായിട്ടുണ്ടാക്കിയ ട്രാവൽ സ്നാക്സ് ആണ്. എന്തൊക്കെയാണെന്ന് ഇത് എടുത്തു വെക്കുമ്പോൾ കാണിക്കാം. ഈ ബാഗിൽ ഒരു ഇൻഡക്ഷൻ സ്റ്റൗ, ഒരു ക്യാമ്പിംഗ് സ്റ്റൗ, ഒരു കുക്കർ, ഒരു ചീനച്ചട്ടി, ചെറിയ ഒരു പാത്രം, അങ്ങനെ ഒരു ചെറിയ കുക്കിംഗ് സെറ്റപ്പുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി സ്നാക്സും ഫുഡ്സും ഒക്കെ എടുത്തു വെക്കാം. ഇത് രത്മലായി സേവ്, ഇത് ഷുഗർ കോഴിയട, ഇത് ചിക്കൻ കോഴിയട, ഇത് ജാഗരി കോഴിയട, വീണ്ടും ചിക്കൻ അട, ഇത് ഗുജറാത്തി ഗാട്ടിയ, പോഹ പ്രീമിക്സ്, പിന്നെ ചമ്മന്തിപ്പൊടി, ചട്നിപ്പൊടി, ഇത് കുഴലപ്പം, ചീസ്ലിങ്സ്, ഡോറിറ്റോസ്, റൈസ് മത്രി, ശക്കരപ്പാറ. കഴിഞ്ഞില്ല. ഇത് മക്കാന മൾട്ടിസീഡ് മിക്സ്ചർ, അവിൽ വിളയിച്ചത്, മക്കാന ഹണി ഫ്രൈ, മക്കാന ജാഗറി ഫ്രൈ, ഗ്രാനുള, അരിയുണ്ട, ഡ്രൈ ഫ്രൂട്ട് ലഡു. അങ്ങനെ വീട്ടിലുണ്ടാക്കിയ കുറെ സ്നാക്സുകൾ. ഇനി വീട്ടിലുണ്ടാക്കാത്തത് എന്തേലും വേണമല്ലോ എന്ന് വിചാരിച്ച് സോയാ സ്റ്റിക്സും മുറുക്കും ബക്കാർവാടിയും വാങ്ങിച്ചു. ഇനി കുറച്ച് ഡേറ്റ്സും കിസ്മിസും പിസ്തയും ബദാമും കടലയും. അങ്ങനെ വഴിയിൽ കിടന്നാലും പട്ടിണിയാവാതിരിക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡി. ഈ സാധനങ്ങളൊക്കെ വണ്ടിയിൽ സെറ്റാക്കി. വലിയ ബാഗ്സ് ഒക്കെ പുറകിൽ ഡിക്കിയിൽ വെച്ചു. ചെറിയ ബാഗും ബോക്സും ഒക്കെ ബാക്ക് സീറ്റിലും അതിന്റെ ഇടയിലുമായിട്ട് വെച്ചു. ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട്. സമയം 12 മണിയായി. അപ്പോൾ എല്ലാം റെഡിയായി. നാളെ രാവിലെ കാണാം.